ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സ്. കാണുന്നുണ്ട സെറ്റ് മാത്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പറയുന്നത്. സോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ലെസൺസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഘടകമുണ്ട്. ഫാക്ടറിംഗ്, ഡിവിഷൻ. ഓക്കെ, ഫാക്ടറിംഗ് ഡിവിഷൻ ആണ് പഠിക്കാൻ വേണ്ടി. ഫാക്ടറിംഗ് ഡിവിഷൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 132 ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് വൺ ഏതാ? യെസ്, ഫസ്റ്റ് നമ്മള് 15 ഈ ഒരു 19 ഡിവൈഡ് ബൈ 15 ഏറ്റവും ചെറിയ സംഖ്യ നോക്കുക. ഇതിപ്പോ നമുക്ക് ചെറിയ സംഖ്യ കിട്ടിയിട്ടുള്ളത് 15 ആണ്. സോ just sketch.
ഇതിൻ്റെ അറ്റം മൂടിയിട്ട് ഞാൻ ചുറ്റി കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ചോദിക്കണ്ട, ചോദിച്ചിട്ട് എനിക്കറിയാം, ചോദിച്ചു പറയാം. ഇത് ഞാൻ ക്രോഷിച്ചാണ് പുതിയ ഹോബി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ so factor in division. നമുക്ക് തന്നിട്ടുള്ള നമ്പർ 90 divided by 15 ആണ്. സോ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൽ 90യുടെ ഏറ്റവും ചെറിയ സംഖ്യ നോക്കണം. ഇതിൽ ചെറിയ സംഖ്യ വരുന്നത് 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 15 എന്ന് എഴുതണം. then equal to ഈ 15നെ ഡിവൈഡ് ചെയ്തിട്ട് ആക്കുക. എന്ന് വെച്ചാൽ ഈ 15നെ ഏത് രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 15 കിട്ടുക നോക്കാം. അതെല്ലാവർക്കും അറിയാം, 3 into 5 ആണ്. 3 into 5 ആണ് 15 ആയിട്ട് കിട്ടുക. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. then next 90, ഇനി അടുത്തത് 90 എഴുതുക, ഈക്വൽ ടു ഇടുക. എന്നിട്ട് ഈ 90നെ ഇതിൽ ഏതെങ്കിലും ഒരു വലിയ സംഖ്യ, ബിഗ് ഡിജിറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നുവെച്ചാല് 90 divided by 3 into 5, like 90 divided by 5. 90 divided by 5 എന്ന് എഴുതാം. then നമ്മൾ ഇവിടെ 90 divided by 5 എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 10 അപ്പോൾ 5 1 5 എത്രയാണ്? 5 സോറി കേട്ടോ, ചെറിയ സംഖ്യയാണ്. ഓക്കെ, ചെറിയ സംഖ്യയാണ്. ജസ്റ്റ് ഇവിടെ 5 അല്ല 3 ആണ് വരുന്നത്. 90 divided by 3. 3 3s are 9. ഓക്കെ, ബട്ട് ഇതല്ല കേട്ടോ കറക്റ്റ്. ഇവിടുത്തെ 0 നേരെ ഇങ്ങോട്ട് വരട്ടെ. 30 കിട്ടും. ഓക്കെ, is equal to 30 അറിയാം. then എന്നിട്ട് ഈ കിട്ടിയ സംഖ്യ വെച്ചിട്ട് ഇത് 5-നോട്ട് എന്ത് ചെയ്യണം? 30 divided by 5 എഴുതാം. so we get an answer 30 divided by 5 എഴുതാം. 6ഉം 5ഉം 30 ആണ്. 30 ആണ്. അപ്പം 0 0 വരും. സോ നമുക്ക് ഇവിടെ 6 കിട്ടിയിട്ടുണ്ട്. മേ ബി 6 ആയിരിക്കാം ആൻസർ. ഇതിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ മേ ബി 6 ആയിരിക്കും ആൻസർ. സോ ഇസ് ഈക്വൽ ടു 6. ഇനി ഇവിടെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതാണ് ആൻസർ എന്നാണ്. സോ ജസ്റ്റ് എന്താ പറയാ, ഓക്കെ, നമുക്ക് ഇവിടെ 6 കിട്ടിയിട്ടുണ്ട്. 6 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതൊരു മെത്തേഡ് ആണ്, ഫാക്ടർ ഇൻ ഡിവിഷൻ ആണ്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലല്ലോ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. എന്ത് എഴുതാം? ഇവിടെ എന്ത് എഴുതാം? നമുക്ക് just answer of this 2 is